രുദ്രൻ പറഞ്ഞ വാക്കുകൾ കേട്ട് നന്ദന അലറി. അവളുടെ മിഴികൾ ക്രോധത്താൽ പിടച്ചു. പാർക്കിനോട് ചേർന്നുള്ള ലാവന്യൂ റെസ്റ്റോറൻറ്റിലായിരുന്നു അവർ. ടേബിളിൽ കോഫിയും സ്നാക്സും നിരന്നിരുന്നു. ഇല്ല രുദ്ർ, ഞാനിത് വിശ്വസിക്കില്ല. നിന്റെ മനസ്സിൽ വേറെ ഒരുത്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. നീ എന്നെ വെറുതെ ഒഴിവാക്കാൻ പറയുകയാണ്. അല്ല അല്ല നന്ദന, ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. 2-3 ദിവസമായി എങ്ങനെ നിന്നോടിത് പറയുമെന്നോർത്ത് ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. ആരാണവൾ? നന്ദന ദേഷ്യത്തോട് ചോദിച്ചു. അത് ഞാൻ പറയാം നന്ദന, പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. അതാരാണെങ്കിലും നമ്മുടെ വിവാഹം നടന്നേ തീരൂ രുദ്ർ. നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നേരത്തെ പറയണമായിരുന്നു. അല്ലാതെ എനിക്ക് വാക്ക് തന്ന് മോഹിപ്പിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്ന ആണത്തമല്ല. രുദ്രൻ്റെ മുഖം കുനിഞ്ഞു. ശരിയാണ് നന്ദന, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിനക്ക് വാക്ക് തന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് അവളെൻ്റെ എല്ലാമാണെന്ന്. നമ്മുടെ വിവാഹം കഴിഞ്ഞാലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്ലീസ്, ആസ് എ ഫ്രണ്ട് നീ എന്നെ മനസ്സിലാക്കണം. ഓ, ഇത് മനസ്സിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ രാത്രി നീ എന്നെ ഒഴിവാക്കിയതല്ലേ? ശരിയാണ്, എനിക്ക് സമയത്ത് അവളെ ഓർമ്മ വന്നു. അവളോടല്ലാതെ മറ്റൊരു പെണ്ണിനോടും എനിക്കൊന്നും തോന്നുന്നില്ല. രുദ്രദേവ് മാറുകയാണ്. ആ മാറ്റം എന്നിലുണ്ടാക്കിയതാവട്ടെ അവളും. ഇപ്പോഴും അവൾ എന്നിലേക്ക് വരാൻ തയ്യാറാകുമോ എന്നൊന്നും എനിക്കറിയില്ല നന്ദന. പക്ഷേ അവൾ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും രുദ്രദേവിൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരു പെണ്ണില്ല. ആരാണാവോ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ രുദ്രദേവിൻ്റെ ഈ പുതിയ കാമുകി? അത്രയ്ക്ക് നിന്റെ മനസ്സ് കീഴടക്കാൻ പിറന്ന അപ്സരസ്? നന്ദന പുച്ഛത്തോടെയും അസൂയോടെയും ചോദിച്ചു. പുതിയതല്ല നന്ദന, നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നതിന് വളരെ മുൻപേ എനിക്ക് അവളെ അറിയാം. എപ്പോഴാകട്ടെ എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഏക അവകാശി അവളാണ്. നന്ദനയുടെ നോട്ടം കോർത്തു. യു മീൻ യു ഹാഡ് ഫിസിക്കൽ റിലേഷൻ വിത്ത് ഹെർ? യെസ്, വി ഹാഡ്. അതിനെന്താ രുദ്ർ, ഈ ഒരു പേരിൽ നമ്മുടെ വിവാഹം വേണ്ടെന്ന് വെക്കണോ? നിനക്കതിന് മുൻപും ഒരുപാട് ഗേൾസുമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളതല്ലേ? എനിക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിനക്ക് അവളെ 5-10 കൊടുത്ത് ഒഴിവാക്കിക്കൂടെ? അങ്ങനെ 5-10 വേണ്ടി പിറകെ നടക്കുന്നവളാണ് അവളെന്ന് നിന്നോട് ആരാണ് നന്ദന പറഞ്ഞത്? രുദ്രൻ്റെ മുഖം രോഷം കൊണ്ട് ചുവന്നു. ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ നന്ദന. ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, ശരിയാണ്. തന്ന വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവളെക്കുറിച്ച് അനാവശ്യം പറയരുത്, അത് ഞാൻ സഹിക്കില്ല. എൻ്റെ ഈ മര്യാദയ്ക്ക് ചിലപ്പോൾ കൈമോശം വന്നു വരും. രുദ്ർ, ഞാൻ... നന്ദന വിളറിപ്പോയി. സോറി അഗൈൻ. എൻഗേജ്മെൻറ്റ് പോലും ഫിക്സ് ചെയ്യാത്ത സ്ഥിതിക്ക് നിനക്കെതിൽ പ്രശ്നമുണ്ടാകാൻ വഴിയില്ല. നമ്മൾ തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടായിട്ടുമില്ല. അതല്ല, നീ നഷ്ടപരിഹാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കത് ആവശ്യപ്പെടാം, എത്ര കാലത്തെ തുകയാണെങ്കിലും. രുദ്രൻ വെയിറ്റർ കൊണ്ടുവന്ന വെച്ച് ബിൽ തുറന്ന് ടിപ്പടക്കം വെച്ചിട്ട് എഴുന്നേറ്റു. ബായ് നന്ദന, നിനക്ക് ഞാൻ ചേരില്ല. യു ക്യാൻ ഫൈൻഡ് എ ബെറ്റർ പാർട്ട്ണർ ദാൻ മീ. തിരിഞ്ഞു നോക്കാതെ പോകുന്ന രുദ്രനെ കണ്ട് നന്ദനയിൽ ക്രോധം ഇരച്ചു കയറി. എന്നെ അങ്ങനെ ഒഴിവാക്കാമെന്ന് നീ വിചാരിക്കേണ്ട രുദ്ര. ഒഴിവാക്കപ്പെടാൻ പോകുന്നതാണ് അവളായിരിക്കും, നിന്റെ അപ്സരസ്. നന്ദന പല്ല് കടിച്ചു. നീ എന്താ പറഞ്ഞത്? ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നോ? ആ രാത്രി നീ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയെങ്കിൽ എന്താ? നിന്നെ പൂട്ടാനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. ക്രൈസ്റ്റ് കിങ് ഹോസ്പിറ്റൽ. റിസപ്ഷനിലെത്തിയ ആവണി അവിടെ ഇരുന്ന പെൺകുട്ടിയോട് എന്തോ ചോദിച്ചതും അവൾ ലിഫ്റ്റ് കാണിച്ചു കൊടുത്തു. നന്ദി പറഞ്ഞ് അവൾ വലതുവശത്തേക്ക് നടന്നു. 2nd ഫ്ലോറിലായിരുന്നു നെഫ്രോളജി വിഭാഗം ഹെഡായ ഡോക്ടർ സൂസൻ വർഗീസിൻ്റെ ക്യാബിൻ. അനുവാദം ചോദിച്ചവൾ വിറയ്ക്കുന്ന കാലുകളോടെ അകത്തേക്ക് കടന്നു. AC-യുടെ തണുപ്പ് അവളുടെ വിറയ്ക്കുന്ന പാദങ്ങളിലേക്ക് അരിച്ചു കയറി. ആവണി ഇരിക്കൂ. കിഡ്നി നൽകാൻ ആവണി ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രാഥമിക പരിശോധനകൾ നടത്തി നോക്കാം. ഞാൻ ഓക്കെയാണ് ഡോക്ടർ. ശരി, 2 പേർ കൂടി ബില്ലിങ്ങായി വന്നിട്ടുണ്ട്. അവരെയും പരിശോധിക്കും. 3 പേരും ആപ്റ്റാണെങ്കിൽ പൈസ ഏറ്റവും കുറവ് ചോദിക്കുന്ന ആളുടെ കിഡ്നി ആവും സ്വീകരിക്കുക. എന്തായാലും പ്രോസസ്സ് എല്ലാം പെട്ടെന്ന് നടക്കും. എനിക്കൊരു 15 ലക്ഷം രൂപയെങ്കിലും വേണം ഡോക്ടർ. അതിൽ 10 ലക്ഷം ഉടനെ വേണം. വളരെ അത്യാവശ്യമായൊരു കടം തീർക്കാനുണ്ട്. പിന്നെ ബാക്കി വരുന്ന പണം കൊണ്ട് അച്ഛനെ ചികിത്സിക്കണം. സ്വരം താഴ്ത്തി സംസാരിക്കുന്ന പെൺകുട്ടിയുടെ ശാലീനതയിലേക്ക് ഡോക്ടർ സൂസൻ സാഗൂതം നോക്കി. കഴിയുന്ന വേഗം വിവരം അറിയിക്കണേ ഡോക്ടർ. എനിക്ക് വളരെ അത്യാവശ്യമായത് കൊണ്ടാണ്. അതിനെന്താ ആവണി, 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടറോട് നന്ദി പറഞ്ഞ് ആവണി അവിടെ നിന്നിറങ്ങി. പ്രഭാവതി കൊടുത്ത ചായ നന്ദന ഒന്ന് സിപ്പ് ചെയ്തു. നഗരത്തിലുള്ള രുദ്രൻ്റെ വീട്ടിലായിരുന്നു അവൾ. അവൻ ഓഫീസിൽ പോയി തക്കം നോക്കി എത്തിയത്. അപ്പോൾ മോൾക്ക് എൻ്റെ സഹായം വേണമല്ലേ, അതും രുദ്രനെ നേടാൻ? പ്രഭാവതി തൻ്റെ കഴുത്തിലെ കനത്ത നെക്ലേസ് വലത് കൈയാൽ ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അതെ ആൻറ്റി, രുദ്രൻ്റെ ചതിച്ചതാണ്. വിവാഹം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ട് പറ്റിച്ചു. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണാത്രേ. അവൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു. ദിവ്യ പ്രണയം. ആൻറ്റിക്ക് മനസ്സിലായോ? പ്രഭാവതിയുടെ മുഖം മങ്ങുകയും രൂക്ഷമാവുകയും ചെയ്തു. പാടില്ല, ഒരിക്കലും പാടില്ല. തൻ്റെ ഭർത്താവിൻ്റെ താന്തോന്നിയായി നടക്കുന്ന മൂത്ത പുത്രന് ഒരു പ്രേമമുണ്ടാകുക, അവൻ്റെ ജീവിതത്തിലേക്ക് നല്ലൊരു പെണ്ണ് വരിക, അവൻ സന്തോഷത്തോടെ ജീവിക്കുക, ഇതൊന്നും നടക്കാൻ പാടില്ല. നടന്നാൽ താൻ സ്വപ്നം കണ്ടതെല്ലാം വെറുതെയാവും. താനും മക്കളും മാത്രം അനുഭവിച്ചാൽ മതി സൂര്യദേവിൻ്റെ സ്വത്തുകൾ. അല്ലാതെ രുദ്രനോ
അവൻ്റെ സന്തതി പരമ്പരകൾക്കോ അതിലൊരു ചില്ലി കാശ് പോലും കിട്ടരുത്. ഇത്രയും നാളും കഷ്ടപ്പെട്ടതും കരുക്കൾ നീക്കിയതുമെല്ലാം അതിനായിരുന്നു. കഴിഞ്ഞിടത്തോളം രുദ്രനെ അവൻ്റെ അച്ഛൻ്റെയും ബന്ധുക്കളുടെയും മുന്നിൽ താൻ മോശക്കാരനാക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് വൈകിയാണെങ്കിലും സൂര്യദേവ് സത്യങ്ങൾ മനസ്സിലാക്കി. അതാണ് അയാൾക്കിപ്പോൾ തന്നോടും മകളോടുമുള്ള ഈ അകൽച്ച. ഇനി രുദ്രനൊരു വിവാഹം കൂടി കഴിക്കുകയാണെങ്കിൽ തീർന്നു. അതിനനുവദിച്ചുകൂടാ. ആൻറ്റി എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ സഹായിക്കില്ലേ? മോളെ സഹായിച്ചില്ലെങ്കിൽ ആൻറ്റി മറ്റാരെ സഹായിക്കാനാ? പ്രഭാവതിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി മാഞ്ഞു. പക്ഷേ അതിനു മുൻപ് ആ പെണ്ണ് ആരാണെന്ന് അറിയണം. രുദ്രദേവിനെ അത്രയേറെ സ്വാധീനിച്ചൊരുത്തി കണ്ടെത്തി നശിപ്പിക്കണം. കൊല്ലാനാണോ ആൻറ്റി? നന്ദന ഒരു അമ്പരപ്പോട് ചോദിച്ചു. ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് മോളെ. അതിപ്പോൾ കൊലപാതകം തന്നെ വേണമെന്നില്ല. സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താം, അപമാനിക്കാം. 4-5 സാമൂഹ്യ വിരുദ്ധരാൽ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് അത് 4 ആൾ അറിഞ്ഞാലോ? വയറ്റിലൊരു കൊച്ചും കൂടിയായി തീർന്നില്ലേ? പ്രഭാവതി നേരിയ ചിരിയോട് ചോദിച്ചു. നന്ദനയുടെ കണ്ണുകൾ വിടർന്നു. അതൊക്കെ നല്ല ഐഡിയ ആണ് ആൻറ്റി. ആ രുദ്രൻ എൻ്റെ കാൽക്കീഴിൽ വരണം. പിന്നെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം. എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഒഴിഞ്ഞു പോകാത്ത ചില നശൂലങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവരെയൊക്കെ ഒട്ടും ആലോചിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പൊടി തട്ടി തൂകുന്ന ലാഘവത്തോടെ തുടച്ചു മാറ്റേണ്ടി വരും. ആ സമയത്ത് പ്രഭാവതിയുടെ ഉള്ളിൽ അതിസുന്ദരിയും ശാലിനിയുമായ ഒരു പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു. അവളുടെ വിടർന്ന കണ്ണുകൾ, ആർദ്രമായ നോട്ടം. താൻ ക്രൂരമായി ഇല്ലാതാക്കിയവൾ. അസൂയയിൽ നിന്നുണ്ടായ പകയായിരുന്നു തനിക്ക് അവളോട്. അവളുടെ ഭർത്താവിനെ, അയാളുടെ പണത്തെ, പദവിയെ എല്ലാം താൻ മോഹിച്ചു. ആ പക അവളുടെ ജീവനെടുത്തു. എന്നിട്ടും ഇപ്പോൾ അയാൾ, ആ സൂര്യദേവ്, അവളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി അടുത്തത് അവളുടെ മകൻ്റെ ഊഴമാണ്, ആ രുദ്രൻ്റെ. ശരിയാണ് ആൻറ്റി, കൊല്ലണം. അവൾ ആരാണെന്നറിഞ്ഞാൽ ഞാൻ ഇപ്പോൾ തന്നെ അവളെ വെട്ടിയരിഞ്ഞ് കത്തിച്ചേനെ. അത്രയ്ക്ക് രുദ്രൻ എന്നെ അവൾക്ക് വേണ്ടി ഹേർട്ട് ചെയ്തു. ഇവൾ എനിക്ക് പറ്റിയവൾ തന്നെ. പ്രഭാവതി ഉള്ളിൽ ചിരിച്ചു. ആൻറ്റി മോളുടെ കൂടെ നിൽക്കാം, പക്ഷേ അവസാനം ആൻറ്റി മറക്കരുത്. നിനക്ക് രുദ്രനെ വേണം. എനിക്ക് വേണ്ടത് അവൻ്റെ സ്വത്തുക്കളും. ഇഡിയിൽ നിന്ന് നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച തന്നെ ഉണ്ടായത്. ആൻറ്റിയെ ഞാൻ ശ്രദ്ധിക്കില്ല. എനിക്ക് രുദ്രൻ്റെ കൂടെയുള്ളൊരു ജീവിതം മതി. നന്ദന നിറഞ്ഞു ചിരിച്ചു. പിന്നെ തള്ള നോക്കിയിരുന്നോ? രുദ്രനും അവൻ്റെ പ്രോപ്പർട്ടീസും എൻ്റെ പേരിൽ വരേണ്ട താമസമേ നിങ്ങളെ ഞാൻ ഒഴിവാക്കും. നിങ്ങൾക്ക് ജയിലിൽ കിടന്ന് ഉണ്ടതിന്നാനുള്ള എല്ലാ കളിയും ഞാൻ കളിക്കും. ആദ്യം ആ പെണ്ണ്, എന്നിട്ട് ബാക്കിയെല്ലാം. മോൾ എന്താ ചിന്തിക്കുന്നത്? പ്രഭാവതി സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല ആൻറ്റി. ആൻറ്റിയുടെ നല്ല മനസ്സ് കാരണമാണ് എന്നെ സഹായിക്കാൻ തോന്നിയത്. യു ആർ സോ സ്വീറ്റ്. എനിക്ക് രുദ്രൻ്റെ ഒപ്പം ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ആൻറ്റിയുടെ കാരുണ്യമാണ് എന്ന് എനിക്കറിയാം. നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആ പെണ്ണ് ആരാണെന്ന്? എനിക്കൊരു ചെറിയ സംശയമുണ്ട് ആൻറ്റി. പക്ഷേ രുദ്രൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഒരുവളായതുകൊണ്ട് ആ സംശയം ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല. ഒരു വിധത്തിൽ യോജിക്കാത്തൊരു ബന്ധം. ഒരു സംശയം നിസ്സാരവൽക്കരിക്കരുത്. സംശയങ്ങളാണ് സത്യത്തിലേക്ക് നയിക്കുന്നത്. പ്രഭാവതി ഒരു തത്വജ്ഞാനിയെ പോലെ പറഞ്ഞു. ഇല്ല ആൻറ്റി, ഞാനത് വിട്ട് കളയുന്നില്ല. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ രുദ്രൻ്റെ കാമുകിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ശരി മോളെ, മിടിക്കുകയാണ് നീ, മിടിമിടുക്കി. അവർ പരസ്പരം നോക്കി ചിരിച്ചു. രുദ്രൻ്റെ പെണ്ണിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇരുവരുടെ മനസ്സിൽ പകയെരിഞ്ഞു. അന്ന് നേരത്തെ തന്നെ രുദ്രൻ ഓഫീസിലെത്തി ആവണയെ കാത്തിരുന്നു. എന്തുകൊണ്ടോ അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്തൊക്കെയോ അനുഭൂതികൾ ഇതുവരെ അറിയാത്തത്. കുറേ നേരം ക്യാബിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തെ ബാൽക്കണിയിൽ പോയി മഴ കണ്ടു നിന്നു. ബിൽഡിങ്ങിന് ചുറ്റും മനോഹരമായ കുറ്റിച്ചെടികളും പൂക്കളും മരങ്ങളും ഉണ്ടായിരുന്നു. മഞ്ഞയും ചുവപ്പും പുഷ്പങ്ങളായിരുന്നു കൂടുതലും. മഴയത്ത് നനയുമ്പോൾ അവയ്ക്ക് ചന്തമേറുന്നു പോലെ. മുൻപ് താനിതൊന്നും ശ്രദ്ധിക്കാതിരുന്നത് എന്താണ്? ഇപ്പോൾ മാത്രമാണ് ഈ ഭംഗിയൊക്കെ തൻ്റെ കണ്ണിൽപ്പെടുന്നത്. തന്നെ എങ്ങനെ മാറ്റിമറിച്ചത് അവളോടുള്ള തൻ്റെ പ്രണയമാണ്. അവൻ സ്വയം അറിയാതെ പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആവണി കയറി വരുന്നത് അവൻ പുറത്തുനിന്ന് കണ്ടു. റോസിൽ ഗോൾഡൻ പൂക്കൾ തുന്നിയ ഒരു സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. പോകുന്ന വഴിയിൽ രുദ്രൻ നിൽക്കുന്നത് കണ്ട് ആവണിയൊന്ന് പരിങ്ങി. മഴയത്ത് വന്നതുകൊണ്ടാവും അവളുടെ മുടിയും സാരിയും കുറച്ച് നനഞ്ഞിരുന്നു. ചെറുതായി കാണാവുന്ന അണിവയറിലേക്ക് അവന് നോട്ടം ചെന്നു. പൂക്കൾ ചുഴിക്കും സമീപം പറ്റിപ്പിടിച്ച് നിൽക്കുന്ന 1-2 ജലബിന്ദുക്കൾ. അവനവിടെ മുഖമർത്തി ചുംബിക്കാൻ തോന്നി. വഴിയിൽ നിന്നൊന്ന് മാറിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ആവണിയുടെ കടുത്ത സ്വരമാണ് രുദ്രനെ സ്വപ്നലോകത്തു നിന്ന് ഉണർത്തിയത്. അവൻ പെട്ടെന്ന് സമനില വീണ്ടും കിട്ടിയതുപോലെ പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്. അവൻ വിഷ് ചെയ്തിട്ടും അവൾ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ആ റിസൈൻ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ നല്ല ദേഷ്യമുണ്ട് പെണ്ണിന്. രുദ്രൻ ചിരിയോടെ ഓർത്തു. എന്താ ഗുഡ് മോർണിംഗ് പറയില്ലേ? അതൊരു മര്യാദയല്ലേ ആവണിക്കുട്ടി? വിഷ് ചെയ്താൽ തിരിച്ച് വിഷ് ചെയ്യുക എന്നുള്ളത്. ഗുഡ് മോർണിംഗ്. ആവണി മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെന്താണോ ഇത്ര ദേഷ്യം? ഒന്ന് സ്നേഹത്തോട് സംസാരിച്ചുകൂടെ? സാറിനിപ്പോൾ എന്താ വേണ്ടത്? ആവണി അസഹ്യതയോട് ചോദിച്ചു. പ്രണയം. ആവണിക്കുട്ടിയുടെ പ്രണയം. ആവണി മുഖം ചുളിച്ച് അവനെ നോക്കി. മനസ്സിലായില്ല. ആവണിയുടെ സ്വരം ഉയർന്നു. എനിക്ക് ഇയാളെ ഇഷ്ടമാണ് ആവണി. പ്രണയമാണ്. നിന്നെ എനിക്ക് വേണമെന്ന് തോന്നുന്നു.
അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ സ്വരം മൃദുലവും ആർദ്രവുമായിരുന്നു. ആ വെളിപ്പെടുത്തലിൽ ലാവണിയൊന്ന് ഞെട്ടി. പിന്നെ അവളുടെ മുഖത്തൊരു പുച്ഛം വിടർന്നു. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയതാണ് സാർ. നിങ്ങൾക്ക് കാണുന്ന പെണ്ണുങ്ങളെല്ലാം വെറും ശരീരങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ. ശരിയാണ്, ഒരിക്കൽ എനിക്ക് നിങ്ങളോട് സ്നേഹമായിരുന്നു. നിങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രണയത്താൽ അന്ധയായ എന്നെ അതൊന്നും സ്പർശിച്ചില്ല. പക്ഷേ ഇനി ആവണി അതിന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു സ്ത്രീക്ക് ഒരിക്കലും വിഡ്ഢിയാകാൻ പറ്റൂ. അന്ന് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ കീറി മുറിക്കും പോലെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, അതിൽ നിന്ന് നിങ്ങളുടെ തനിനിറം മനസ്സിലാക്കിയവളാണ് ഞാൻ. മിസ്റ്റർ രുദ്രദേവിൻ്റെ കളിപ്പായയാകാൻ ഇനി എനിക്ക് മനസ്സില്ല. അതിനായി എൻ്റെ ശരീരം നിങ്ങൾ മോഹിക്കുകയും വേണ്ട. ആവണിൽ നിന്ന് വന്ന കടുത്ത വാക്കുകൾ കേട്ട് രുദ്രൻ തരിച്ചു നിന്ന് പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആവണി, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ തന്നെ വയലേരിയാക്കാനോ തൻ്റെ ശരീരം മോഹിച്ചോ അല്ല ഇപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് തന്നെ സ്നേഹം വേണം. നിൻ്റെ കൂടെ എനിക്ക് സന്തോഷമായി ജീവിക്കണം. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ആ പഴയ രുദ്രദേവല്ല. ഞാൻ നിന്നെ മാത്രമാണ് ആവണി സ്നേഹിക്കുന്നത്. ആവണി ഒന്ന് ചിരിച്ചു. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയോ സർ? നന്ദന മാഡം, ഒരേ സമയം ഒരുപാട് സ്ത്രീകളെ മാനേജ് ചെയ്യാൻ നിങ്ങൾ മിടുക്കനാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ നന്ദന മാഡം അറിഞ്ഞിട്ട് തന്നെയാണോ നിങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തതെന്നാണല്ലോ ഞാൻ കേട്ടത്. രുദ്രൻ മുഖം കുനിഞ്ഞു. ഞാൻ അവളെ ഒഴിവാക്കി. അതെന്താ സാർ? നിങ്ങൾക്ക് അവരെ കൊണ്ടുള്ള ആവശ്യം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഓ, നിങ്ങൾക്ക് കൂടെ കഴിയുന്ന പെണ്ണുങ്ങളെ പെട്ടെന്ന് മടുക്കുമല്ലേ? അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ആവണി അനാവശ്യം പറയരുത്. രുദ്രൻ്റെ മുഖം മാറി. അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അനാവശ്യമോ? നാണമില്ലേ നിങ്ങൾക്കൊരു പെണ്ണുമായി കല്യാണം ഉറപ്പിച്ചിട്ട് അവിടെ ഒഴിവാക്കിയെന്ന് പറയാൻ? എനിക്കറിയാം നിങ്ങളുടെ എല്ലാ ആവശ്യവും കഴിഞ്ഞ് നിങ്ങൾ അവരെ വലിച്ചെറിഞ്ഞതാവും. ഓ, ചിലപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ല. അവർ പണക്കാരിയാണല്ലോ, നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്ന പെണ്ണ്. അപ്പോൾ അവർ അറിയാതെ അടുത്ത ബന്ധം തുടരാമെന്ന് കരുതി കാണും. എന്തായാലും നിങ്ങളുടെ വെപ്പാട്ടിയാകാൻ ആവണിയെ കിട്ടില്ല. ആവണി! രുദ്രൻ അലറിക്കൊണ്ട് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവളുടെ വാക്കുകൾ അവനെ അത്രയ്ക്ക് കീറി മുറിക്കുന്നുണ്ടായിരുന്നു. വിടാൻ അവൾ അവൻ്റെ കൈകൾ കുടഞ്ഞെറിയാൻ ശ്രമിച്ചു. പക്ഷേ അവൻ പിടിവിട്ടില്ല. എൻ്റെ അനുവാദമില്ലാതെ എന്നെ തുടരുത്. തൊട്ടാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വയ്യ. ദേഷ്യം കൊണ്ട് അവളെ വക വിറച്ചു. ആ ഭാവം കണ്ട് രുദ്രന് ആശ്ചര്യവും വേദനയും ഒരുപോലെ തോന്നി. അവൻ അതേ സങ്കടത്തോടെ കൈ അയച്ചു. ആവണി, ഞാൻ പറയുന്നത് കേൾക്കില്ലേ? പ്ലീസ് എനിക്കൊന്നും കേൾക്കണ്ട സാർ. 10 ലക്ഷം രൂപ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്തത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് പോയേനെ. എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. മേലിൽ എൻ്റെ അടുത്ത് അനാവശ്യ സ്വാതന്ത്ര്യം എടുക്കാൻ വരരുത്. നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയോട് എനിക്ക് സഹതാപമാണ്. ഒരു സ്ത്രീയെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് പെണ്ണെന്നാൽ വെറും ഉപഭോഗവസ്തു മാത്രമാണ്. ഒരു സ്ത്രീയും നിങ്ങളെ സ്നേഹിക്കുകയുമില്ല. പിന്നെ പണം പറഞ്ഞു കൊടുത്ത് നിങ്ങൾ കുറേ എണ്ണത്തിനെ കൂടെ കിടത്തുന്നുണ്ടാവും. പണത്തിന് മീതെ പരുന്തും പറക്കലെന്നാണല്ലോ. പക്ഷേ ഒരു പെണ്ണും മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കില്ല. പറഞ്ഞിട്ടും ആവണിയുടെ ദേഷ്യം തീരുന്നില്ലായിരുന്നു. രുദ്രൻ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് മുഖം കുരിശു നിന്നു. അവൻ്റെ കണ്ണുകൾ വല്ലാതെ നേറി. മുഖമുയർത്തുമ്പോഴേക്കും അവൾ വെട്ടിത്തിരിഞ്ഞ് നടന്നു പോകുന്നത് കണ്ടു. അവൻ നേരെ തൻ്റെ ക്യാബിനിലേക്കാണ് പോയത്. ഡോർ അടച്ചിട്ട് വന്ന ടേബിൾ തലവെച്ച് കമിഴ്ന്ന് കിടന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചുടുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. ആവണി തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഓർക്കും തോറും അവന് കരച്ചിൽ വന്നു. അവൻ ആ സമയത്ത് വെറും ഒരു കുട്ടിയായി മാറി. അനിയന്ത്രിതമായി മിഴിനീരൊഴുകിക്കൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞു പോയി. രുദ്രൻ മെല്ലെ എഴുന്നേറ്റ് കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. അവൻ്റെ കണ്ണുകൾ വല്ലാതെ കലങ്ങിയിരുന്നു. അതേ സമയത്താണ് ഡോറിൽ മുട്ടുകെട്ടത്. പതി എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ട് അവൻ അമ്പരന്നു. അവളിനി ജോലിക്ക് വരില്ലെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്താ രുദ്ര ഇങ്ങനെ നോക്കുന്നത്? അറിയോ ഓക്കെ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നന്ദന പതിവില്ലാത്ത വിധം ഒരു സെറ്റ് സാരിയാണ് ഉടുത്തിരുന്നത്. മുടി പിന്നിലേക്കിട്ട് മുല്ലപ്പൂ ചൂടിയിരുന്നു. കൈകളിൽ കുപ്പിവളകൾ. ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ? അവൾ വീണ്ടും നിറഞ്ഞു ചിരിച്ചു. നന്ദന എന്തിനുള്ള പുറപ്പാടാണെന്ന് രുദ്രന് മനസ്സിലായില്ല. ഇത്രയും ഇഷ്യൂ തങ്ങൾക്കിടയിൽ ഉണ്ടായതിനു ശേഷം അവൾ ഇനി തൻ്റെ ഓഫീസിൽ ജോലിക്ക് വരുമെന്ന് അവൻ കരുതിയതല്ല. വരൂ, അവൻ ക്ഷണിച്ചു. ഇരിക്കൂ. തൻ്റെ ചെയറിൽ ഇരുന്നു കൊണ്ട് രുദ്രൻ നന്ദനയോട് പറഞ്ഞു. നീ ഇനി ഇവിടെ വരുമെന്ന് ഞാൻ കരുതിയില്ല നന്ദന. അതെന്താ രുദ്ര അങ്ങനെ പറഞ്ഞത്? ഞാൻ വന്ന് നിനക്ക് ഇഷ്ടമായില്ലേ? അതൊന്നുമല്ല നന്ദന, നിനക്കെന്നോട് ദേഷ്യം കാണുമെന്ന് വിചാരിച്ചു. എന്തിന്? നന്ദന ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അല്ല, നമ്മുടെ മാരേജ് ഞാൻ വേണ്ടെന്ന് വെച്ചതുകൊണ്ട്. അതൊന്നും സാരില്ല രുദ്. ആദ്യം എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയത് ശരിയാണ്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ നീയാണ് ശരിയെന്ന് തോന്നി. എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും. അത് നിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നന്ദന രുദ്രൻ്റെ മുന്നിൽ കണ്ണു നിറച്ചു. അവൻ്റെ മുഖം പെട്ടെന്ന് വല്ലാതെയായി. അങ്ങനെയൊന്നുമല്ല നന്ദന, നിനക്കൊരു കുഴപ്പവുമില്ല. എൻ്റെ അവസ്ഥയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചിന്തകളിലും ആത്മാവിലും ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. നന്ദനയുടെ മുഖം ഇരുണ്ടെങ്കിലും അവളത് മറച്ചു പുഞ്ചിരിച്ചു. എനിക്ക് മനസ്സിലാകും രുദ്ര. പക്ഷെ എനിക്കറിയേണ്ടത് ഞാനിവിടെ വർക്കിൽ തുടരുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ്.
ഹേയ്, എന്ത് പ്രശ്നം? ഇപ്പോഴെനിക്ക് സമാധാനമായത്. നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നീ ക്യാബിനിലേക്ക് പോയിക്കോളൂ. നന്ദന അതേ പുഞ്ചിരിയോടെ എഴുന്നേറ്റു. പക്ഷേ അവളുടെ മനസ്സിൽ പകയിരിക്കുകയായിരുന്നു. തൻ്റെ സീറ്റിലെത്തിയുടൻ അവൾ ഫോണെടുത്ത് പ്രഭാവതിയെ വിളിച്ചു. ആ ആൻറ്റി, ഞാനിവിടെ എത്തി. ഞാൻ പറഞ്ഞ ആ പെണ്ണ് ഈ ഓഫീസിൽ തന്നെയുള്ള ആണുള്ളത്, രുദ്രൻ്റെ പി ആയിട്ട്. അവൾ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പാണോ മോളെ? എനിക്കൊരു സംശയമുണ്ടെന്നേ ഉള്ളൂ. ഇവളുടെ വിഷയത്തിൽ ഒന്നിൽ കൂടുതൽ തവണ രുദ്രനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അവൻ ഈ പെണ്ണിനോട് മറ്റാരോടും ഇല്ലാത്തൊരു താല്പര്യമുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവളെങ്ങനെ കഴിഞ്ഞുകൂടാനുള്ള വകയുള്ളവളാണോ? കാണാൻ എങ്ങനെ സ്റ്റൈലിഷ് ആണോ? എവിടുന്ന്? അഷ്ടിക വകയില്ലാത്ത ഏതോ വീട്ടിൽ നിന്ന് വരുന്ന അങ്ങനെ മോഡേൺ ഒന്നുമല്ല. എന്നാൽ പിന്നെ അവന് സാധാരണമായിരിക്കും. ഇങ്ങനെയുള്ള അലവലാദികളോടൊക്കെ അവന് വലിയ അനുകമ്പയാണ്. കുഞ്ഞിലെ ഇവന് അവിടെയും ഇവിടെയും അരഞ്ഞു നടക്കുന്ന വയസ്സന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ചോറ് കൊടുക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഈ തെണ്ടിപ്പരീക്ഷകളെ കാണുന്നത് അലർജിയാ. ഒരു ദിവസം ഒരു കണ്ണ് കാണാത്തൊരു കിളവനെ ഈ രുദ്രൻ ഡൈനിങ് റൂമിൽ വിളിച്ചു വരുത്തി. ഫുഡ് എടുക്കാൻ അവൻ കിച്ചണിലേക്ക് പോയ സമയത്ത് ഞാൻ അയാളെ ആട്ടി ഓടിച്ചു. അതിനവൻ എന്നെ പറഞ്ഞ ചീത്തയ്ക്ക് കയ്യും കണക്കുമില്ല. എൻ്റെ അമ്മയുടെ സ്ഥലം തട്ടിയെടുത്ത് എൻ്റെ അച്ഛനെ വശീകരിച്ച് ഒരുത്തി മാത്രമാണ് നിങ്ങളെന്ന്. നീ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളായിട്ടില്ല എന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ ഓടിച്ചു കളഞ്ഞ കിളവനെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ ഊട്ടുകയും ചെയ്തു. അന്ന് ഞാൻ തീരുമാനിച്ചതാ അവനെ അധികം വളരാൻ വിടരുതെന്ന്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് മോൾക്കറിയാമല്ലോ. പ്രഭാവതിയുടെ ക്രൂരമായി ചിരി നന്ദന കേട്ടു. അറിയാം, അവൾ ചിരിച്ചു. അതാണ്, എതിരെ വന്നതിനെല്ലാം വെട്ടി നിരത്തിയാണ് എനിക്ക് ശീലം. ജീവിക്കണമെങ്കിൽ എതിരാളികളെ വളരാൻ അനുവദിക്കരുത്. നീ ആദ്യം നിന്റെ സംശയം ശരിയാണോ അല്ലയോ എന്ന് ക്ലിയർ ചെയ്യ്. ശരിയാണെങ്കിൽ ആ പെണ്ണിനെ നമുക്ക് കൊല്ലാക്കൊല ചെയ്യാം മോളെ. ഉറപ്പായും ആൻറ്റി, ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യത്തിലെത്താൻ എന്ത് കടുങ്കൈ ചെയ്യേണ്ടി വന്നാലും മടിച്ചു നിൽക്കരുത്. എന്നാലേ വിജയം നമ്മളെ പിന്തുണയ്ക്കൂ. അതെപ്പോഴും ഓർമ്മ വേണം. അറിയാം ആൻറ്റി, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ശരി, സമയം കിട്ടുമ്പോൾ നീ ആ പെണ്ണിൻ്റെ ഫോട്ടോ ഒന്ന് അയക്ക്. ഉറപ്പായും. പ്രഭാവതിയോട് സംസാരിച്ച് കഴിഞ്ഞ് അതീവ കോൺഫിഡൻസോടു കൂടിയാണ് നന്ദന ഫോൺ വെച്ചത്. ആവണിയുടെ കാര്യത്തിൽ തനിക്കുള്ള സംശയം ക്ലിയർ ചെയ്യണം. അവൾ വേഗം അലീനയുടെ നമ്പർ ഡയൽ ചെയ്തു.